ഹലോ ഗൈസ്, വെൽക്കം ടു മല്ലു ഫ്രം മാൽദീവ്സ്. ഇപ്പം നിങ്ങൾ കാണുന്നത് മാൽദീവ്സിലെ ഫിഷ് മാർക്കറ്റാണ്. അപ്പോൾ മാൽദീവ്സിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മാലിയാണ്. അപ്പോൾ മാലി സിറ്റിയിലുള്ള ഫിഷ് മാർക്കറ്റിൻ്റെ വ്യൂസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഇവിടെ എല്ലാ ടൈപ്പ് മീനുകളും നല്ല വിലക്കുറവിൽ കിട്ടും. നമ്മുടെ നാട്ടിലുള്ള പോലെയൊന്നും അല്ല, ഇവിടെ നല്ല വിലക്കുറവിലാണ് മീനുകൾ കിട്ടുക. അതും നല്ല ഫ്രഷ് മീനായിരിക്കും കിട്ടുന്നത്. പിടയ്ക്കുന്ന മീനിന് ശരിക്കും കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ നാട്ടിൽ കാണാത്ത വെറൈറ്റി മീനുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ദേ ഇപ്പോൾ കണ്ടോ, ആ മീൻ കിടന്ന് പിടയ്ക്കുന്നത് കണ്ടോ? ഇത് നമ്മുടെ നത്തോലി, കൊഴുവ എന്നൊക്കെ പറയില്ല, അതിൻ്റെ ഒക്കെ വേറൊരു വെറൈറ്റിയാണ് ഈ മീൻ. അത് നല്ല ഫ്രഷ് മീനാണ്, കിടന്ന് പിടയ്ക്കാണ്. അതൊക്കെ നല്ല വിലക്കുറവിന് നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ കൂന്തൾ അങ്ങനെയുള്ള മീനുകളൊക്കെ ഉണ്ട്. കൂടുതലും ഇവിടെ ചൂര, അതാണ് കൂടുതലായിട്ടും ഇവിടെ. ചൂര, അതല്ലെങ്കിൽ നമ്മുടെ തൃശ്ശൂരൊക്കെ കുടുത എന്നൊക്കെ പറയും, അതാണ് കൂടുതലായിട്ട് ഇവിടെ കിട്ടുക. അതിൻ്റെ പല ടൈപ്പ് കിട്ടും, നല്ല വലുത്, ചെറുത്, അങ്ങനെ. അതായത് നമ്മുടെ ബ്ലൂ ഫിൻ ട്യൂണ ഉണ്ട്, യെല്ലോ ഫിൻ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്യൂണേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടും. അപ്പം നമുക്കിനി കുറച്ച് വിഷ്വൽസ് കാണാം മാർക്കറ്റിൻ്റെ. ഇപ്പോൾ ഈ ട്യൂണൊക്കെ നോക്കിയേ, ഇതൊക്കെ ഒരു 15 കിലോ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ട്യൂണുകളുണ്ട് കേട്ടോ. വലിയ ട്യൂണുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. പിന്നെ ഈ കാണുന്നതെല്ലാം കോറൽ ഫിഷാണ്. ഇതാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ. ഇതിൻ്റെ മാംസം എന്ന് പറയുന്നത് കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാംസമാണ് അതിൻ്റെത്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്യൂണാസ് തന്നെയാണ് കൂടുതലായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റുക. നമ്മുടെ നാട്ടിലുള്ള കൊഞ്ച്, അതായത് ചെമ്മീൻ, ഞണ്ട്, അതൊക്കെ വളരെ കുറവാണ് കേട്ടോ അവിടെ. അങ്ങനെയുള്ള മീനുകളൊക്കെ കാണൽ കുറവാണ്. കൂടുതലും ഇങ്ങനത്തെ കോറൽ ഫിഷുകളും അതുപോലെ തന്നെ ചൂര അങ്ങനെയുള്ള മീനുകൾ തന്നെയാണ് അവിടെ കൂടുതലായിട്ട് കാണുന്നത്. ഇവിടുത്തെ ഫിഷ് കട്ടിങ് എടുത്ത് പറയേണ്ടതിന്, എത്ര വലിയ മീനായാലും അവർ കൂടിപ്പോയാൽ ഒരു 2 മിനിറ്റ് അതിനുള്ളിൽ പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അതെന്ന് വെച്ചാൽ അവരെ സ്കില്ല് അപാരം തന്നെയാണ് കേട്ടോ. എന്ത് പെട്ടെന്നാണ് ക്ലീൻ ആക്കുന്നത്. എപ്പോഴും ഇങ്ങനെ ഒരു റണ്ണിങ് വാട്ടർ അവിടെ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ അവരിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അലുവ കഷ്ണം പോലെയാണ് മീനുകൾ മുറിച്ചെടുക്കുന്നത്. മീനിൻ്റെ ഓരോ കഷ്ണവും അവർ മുറിച്ചെടുക്കുന്നത് അലുവ കഷ്ണം പോലെയാണ്. മാത്രമല്ല ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ക്ലീൻ ആക്കിയിട്ടാണ് നമുക്ക് ആ മീൻ അവർ തരാം, വൃത്തിയാക്കിയിട്ട്. അപ്പോൾ കണ്ടോ, ആ ചേട്ടൻ നല്ല നൈസാക്കിയിട്ടാണ് ആയ മീറ്റ് മുറിച്ചെടുക്കുന്നത്. അപ്പം ഇവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ നിന്നിട്ട് ഫിഷ് ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ സ്പെഷ്യലായിട്ട് ടോക്കൺ എടുക്കണം. ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവർ കട്ട് ചെയ്ത് തരുള്ളൂ കേട്ടോ. അപ്പം ഇപ്പോൾ ഇവർ ഇതിൻ്റെ ബോൺ, അതുപോലെ തന്നെ ഈ വയറിൻ്റെ ഒക്കെ ഭാഗം, ഹെഡ്, അങ്ങനെയുള്ള പോർഷൻസുകളെല്ലാം ഇവർ കളയുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരത് നമുക്ക് തരും, അല്ലാന്നുണ്ടെങ്കിൽ അതെല്ലാം അവർ കളയാണ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മീനിൻ്റെ പലിഞ്ഞീൻ, പരു എന്നൊക്കെ പറയില്ലേ, അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് മേടിക്കാൻ കിട്ടും ഇവിടെ നിന്ന്. അതിന് നമുക്ക് വളരെ ചെറിയൊരു എമൗണ്ടേ വരുന്നുള്ളൂ. ചിലവർ അതിൻ്റെ നമ്മൾ മീൻ മേടിക്കുന്നതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകും. ഇപ്പം മാലിയിലുള്ള ആളുകൾ കൂടുതലും ഇങ്ങനെ വെള്ളിയാഴ്ചകളിൽ ഇവിടെ മാർക്കറ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നോർമൽ ടൈമിൽ വന്നിട്ട്, അതും 4 മണി 4:30 അതിനുള്ളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യും, ഫിഷ് മാർക്കറ്റ്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും വന്നവർ ഒരാഴ്ചയ്ക്കുള്ള മീനുകൾ മേടിച്ചുകൊണ്ട് പോകും. ഈ ഐലൻഡുകളിലുള്ള ആളുകൾ വന്നിട്ട്, മറ്റുള്ള ഐലൻഡിൽ ഉള്ളവരൊക്കെ വന്നിട്ട്. കണ്ടില്ലേ, ഇപ്പോൾ ആ ചേട്ടൻ എന്ത് പെട്ടെന്നാണ് ആ ഒരു വലിയൊരു ട്യൂണനെ വൃത്തിയാക്കി എടുക്കുന്നത് നമുക്ക് കാണാം. എന്ത് പെട്ടെന്നാണെന്ന് പറയാം. അതും അതിൻ്റെ സ്കിന്നൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി അവർ ഉരിച്ച് നല്ല വൃത്തിയാക്കിയാണ് നമുക്ക് തരാം.
എന്ത് പെട്ടെന്ന് എന്ത് ഫാസ്റ്റായിട്ടാണ് ഓരോരുത്തരും ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. എന്ത് രസമായിട്ടാണ്, അത് കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമാണ്. നമ്മൾ കുറച്ച് നേരം അത് നിന്ന് പോയി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മാർക്കറ്റിലെ കാഴ്ചകൾ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.